ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് നിർണായകമായിരുന്നു. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. US-ഇന്ത്യ വ്യാപാര ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനായി പുതിയ ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം മിഷൻ 500 ഇരു നേതാക്കളും മുന്നോട്ട് വച്ചു. 2030 ആകുമ്പോഴേക്കും മൊത്തം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് $500 ശതകോടി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണിത്. ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് ചേരുമ്പോൾ ഒരു മെഗാ പങ്കാളിത്തം രൂപപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. अमेरिका के लोग राष्ट्रपति ट्रंप के मोटो मेक अमेरिका ग्रेट अगेन यानी मागा से परिचित है. भारत के लोग भी विरासत और विकास की पटरी पर विकसित भारत 2047 के दृढ़ संकल्प को लेकर तेज गति शक्ति से विकास की ओर अग्रसर है. अमेरिका की भाषा में कहूं तो विकसित भारत का मतलब मेक इंडिया ग्रेट अगेन यानी मिगा. जब अमेरिका और भारत साथ मिलकर काम करते हैं यानी मागा, मागा प्लस मीगा तब बन जाता है मेगा पार्टनरशिप फॉर प्रोस्पेरिटी. അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനെ നേതാക്കൾ സ്വാഗതം ചെയ്തു. ആഗോള സമാധാനവും സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബഹുരാഷ്ട്ര സാഹചര്യങ്ങളിൽ സൈനിക സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും നേതാക്കൾ തീരുമാനിച്ചു. ആഗോള ഊർജ്ജ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുൻനിര ഉൽപാദകരും ഉപഭോക്താക്കളും എന്ന നിലയിൽ US-ഉം ഇന്ത്യയും വഹിക്കുന്ന ബൃഹത്തായ പങ്ക് നേതാക്കൾ വിലയിരുത്തി. എണ്ണ, വാതകം, സിവിൽ ആണവോർജ്ജം എന്നിവയുൾപ്പെടെ US-ഇന്ത്യ ഊർജ്ജ സുരക്ഷാ പങ്കാളിത്തത്തിൽ ഇരു നേതാക്കളും തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നേക്കാൾ മികച്ച മധ്യസ്ഥനെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. He's a much tougher negotiator than me and he's a much better negotiator than me. There's not even a contest. Okay? രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യവും ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി.